എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? പിന്നെ കുറച്ച് കല്യാണങ്ങളും പരിപാടികളും ഒക്കെ ഉള്ള സമയമാവും അല്ലേ? അപ്പൊ ഞാൻ കുറച്ച് സെൽവാസ് കാണിച്ചു തരാം കേട്ടോ. സാധാരണ പോലെ അങ്ങനെ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ഓഫീസിലേക്ക് പോകുമ്പോഴും കോളേജിലേക്ക് പോകുമ്പോഴും അങ്ങനത്തേന് മാത്രമല്ല, നമുക്ക് ഫംഗ്ഷൻസിനും ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. മെയിൻ ആയിട്ട് മിന്ത്രയിൽ നിന്നുള്ളതാണ് കേട്ടോ. പക്ഷെ കുറച്ച് വിലയുണ്ട്, കാരണം ഹെവി ആയിട്ടുള്ളതും ഉണ്ട്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ കുറച്ചൊന്ന് സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഈ സൽവാർ കണ്ടപ്പോൾ എന്തെങ്കിലും ഓർമ്മ വന്നോ? ഞാൻ മിന്ത്രയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് അനശ്വര ഒരു ഫംഗ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കളറിനുള്ള കുർത്തി തന്നെയായിരുന്നു, വെൽവെറ്റ് തന്നെയായിരുന്നു. പക്ഷെ അതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വീനെക്കും അതേപോലെ തന്നെ ഈ താഴത്തെ ഭാഗത്തായിരുന്നു വർക്ക് ഉണ്ടായിരുന്നത്. ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ നെക്കിന്റെ ഭാഗത്ത് തന്നെയാണ് വർക്ക് ഉള്ളത്. ചെറിയ ത്രെഡ് വർക്കും അതേപോലെ സീക്വൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ വളരെ സട്ടിലാണ് കേട്ടോ, ഒട്ടും തന്നെ ഓവർ ആയിട്ടുള്ളതൊന്നും അല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വെൽവെറ്റ് മെറ്റീരിയലും നല്ല രസമുണ്ട്, നല്ല കളറും ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പാൻസ് നോക്കുകയാണെങ്കിൽ അതിന്റെ താഴെയും ചെറിയ വർക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെ സാധാരണ ഒരു പാൻസ് ആണ്. പോക്കറ്റ്സ് ഉണ്ട് ഇതിന്. എക്സ്ട്രാ സ്മോൾ ആണ് കേട്ടോ ഇതെല്ലാം ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് ടോപ്പൊക്കെ പാകമാണ്, വേണമെങ്കിൽ സൈഡ് കുറച്ച് അടിക്കാന്ന് മാത്രം. പക്ഷെ പാകമായി. ഇപ്പൊ ഞാൻ പറയട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നേ ഞാൻ എക്സ്ട്രാ സ്മോളാന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയാറില്ലേ സൈഡ് അടിക്കാറുണ്ട്, ലൂസാണെന്നുള്ളത്. ഇപ്പൊ എനിക്ക് എക്സ്ട്രാ സ്മോൾ ഓൾമോസ്റ്റ് സെറ്റ് ആണ് കേട്ടോ. എന്റെ വെയിറ്റ് വന്നിട്ട് ഇപ്പൊ 48 കിലോ ആണ്. അപ്പൊ അത് കണക്കാക്കിയിട്ട് എടുത്തോളൂ. പക്ഷെ അപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഈ അരഭാഗം ഭയങ്കര ലൂസാ. അത് വേണമെങ്കിൽ 2 ടക്ക് ഇടേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ വന്നിട്ട് ഈ ദുപ്പട്ടയിൽ നോക്കുകയാണെങ്കിൽ സ്കാലപ്പ് എഡ്ജാണ്. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല സൈഡിൽ ഇങ്ങനെ പൈപ്പിംഗ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ ത്രെഡ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതും നല്ല രസമുണ്ട്. അതേപോലെ തന്നെ നല്ല രസമായിട്ടുള്ള ഈ ഒരു ത്രെഡും അതേപോലെ സീക്വൻസും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ എന്താണെന്നറിയോ, വീതി വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മാനേജ് ആക്കാനും നല്ലതാണ്. വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ തട്ടത്തിന് പറ്റിയിട്ടുള്ള ദുപ്പട്ടയല്ല, വൺ സൈഡ് ഇടാൻ പറ്റിയിട്ടുള്ള ദുപ്പട്ടയാണ്. അതൊന്ന് കണക്കാക്കിക്കോളൂ കേട്ടോ. ഏകദേശം ഒരു 2000 ആ ഒരു പ്രൈസ് അറൗണ്ട് ആണുള്ളത്. പക്ഷെ അതിന് പോകത്താണ്, അത്ര സിമ്പിൾ ആയിട്ടുള്ള അങ്ങനെയല്ലല്ലോ. ഇതൊരു കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇത് വന്നിട്ട് ചെറിയ രീതിയിലൊരു പാകിസ്ഥാനി സൂട്ട് പോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു എംബ്രോയിഡറി വർക്ക് എന്ന് പറയുന്നത് നല്ല പച്ചയും മഞ്ഞയും ചുവപ്പും പിങ്കും ഓറഞ്ചും എല്ലാം ഉണ്ട്. അത് കൂടാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫ്ലവറിന്റെ ഒരു 3D പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതും നല്ല രസമായിട്ടുണ്ട്. എംബ്രോയിഡറി ആയിട്ട് നല്ല രസമായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സ്ലീവ്സ് വന്നിട്ട് അറ്റത്ത് ഇതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസ കൈൻഡ് ഓഫ് മെറ്റീരിയൽ, ഓർഗൻസിയാണോ, അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതും സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റത്തായിട്ട്. അത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ അറ്റത്തും ടോപ്പിൻ്റെ അറ്റത്തും. ഓക്കെ, ഇതൊന്നും പോരാഞ്ഞിട്ട് ഇത് 2 സൈഡിലായിട്ടും ഇങ്ങനൊരു ചെറിയൊരു സ്ട്രിപ്പ് പോലെയും കൊടുത്തിട്ടുണ്ട്. ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ സാധാരണ സിഗരറ്റ് പാൻസ് ആണ്. ഇതുണ്ടല്ലോ കൈൻഡ് ഓഫ് എ ലൈൻ പോലെയാണ് ഇടുമ്പോൾ, കാരണം അറ്റത്തെ ഭാഗം വരുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു സ്ലിറ്റ് ആയിട്ടുള്ളത്. അത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. പാൻസിലും ചെറിയ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൻസ് എനിക്ക് കുറച്ച് ലൂസാണ് വേസ്റ്റിൻ്റെ ഭാഗം, അതുകൊണ്ട് ഞാൻ പിൻ ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ പാൻസിന് അറ്റത്ത് നോക്കുകയാണെങ്കിൽ ചെറിയ പ്ലീറ്റ്സിൻ്റെ ഡീറ്റെയിലിംഗും അതേപോലെ തന്നെ ഫ്ലവർ എംബ്രോയിഡറിയും സ്കാലപ്പ് എഡ്ജും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്ലാസ് ആയിട്ടുണ്ട് എന്ന് മാത്രമല്ല നല്ല സുഖമാണ് ഇടാനായിട്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് വന്നിട്ട് ദുപ്പട്ട നമുക്ക് തട്ടൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ വളരെ സോഫ്റ്റാണ്. കുറച്ചിങ്ങനെ മിനുസം കൂടുതലാണ്. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും തട്ടിടുമ്പോൾ. അതല്ലെങ്കിൽ നമുക്ക് വൺ സൈഡ് ഇടാനും അതേപോലെ ടു സൈഡ് ഇത് അധികം നമ്മൾ ഇടുന്നുണ്ടാവില്ല, കാരണം ഇതിൽ ഇത്ര എംബ്രോയിഡറി വർക്കും കാര്യങ്ങളുണ്ടല്ലോ. വൺ സൈഡ് ഇടാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല ഫ്ലോറൽ പ്രിൻ്റൊക്കെ ആയിട്ട് ഒരു 2000 അറൗണ്ട് ആണ് ഉള്ളത്. അതിന് എഗെയിൻ വർത്താണ്. ഞാനാണെങ്കിൽ 2000 രൂപയ്ക്ക് സൽവാർ മേടിക്കുന്ന ഒരാളല്ല കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇത്രയും പൈസ മുടക്കുന്നുണ്ടെങ്കിൽ നല്ല സാരി മേടിക്കുന്നതാണ്. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക. സാരി ആകുമ്പോൾ പിന്നെയും നമുക്കത് സ്റ്റൈൽ ചെയ്യാനും ഒക്കെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഒരു സാരി ഇപ്പോൾ നമ്മൾ 2000 രൂപയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലൗസും സ്റ്റൈലിങ്ങിനനുസരിച്ച് ആ മൊത്തം ഔട്ട്ഫിറ്റ് അങ്ങ് മാറും. അപ്പോൾ അതുകൊണ്ട് പേഴ്സണലി ഞാൻ 2000 രൂപയുടെ സൽവാർ മേടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മേടിക്കുള്ളൂ. പക്ഷെ കുറേ പേര് സാരിയെക്കാട്ടും കൂടുതൽ സൽവാറാണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇത് നല്ല ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. ഇത് വന്നിട്ട് എ ലൈൻ ആയിട്ടുള്ളതാണ് കേട്ടോ. നല്ല കളറില് നല്ല രസമുണ്ട്. ഇട്ട് വരുമ്പോഴും നല്ല ഭംഗിയുണ്ട്. എല്ലാവർക്കും സൂട്ടാവുന്ന കളറാണ് കേട്ടോ ഇത്. നല്ല രസമായിട്ടുള്ള ചെറിയ സീക്വൻസും എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ പോക്കറ്റ് ഉണ്ട് കേട്ടോ. അതിന് ടോപ്പിൽ തന്നെയാണ് പോക്കറ്റ് ഉള്ളത്. അത് മാത്രമല്ല ഇങ്ങനെ സ്ലീവ്സിൻ്റെ
അറ്റത്തായിട്ട് ക്രോഷ്യ ഡീറ്റെയിലിങ്ങും അതേപോലെ തന്നെ ഓർഗൻസിയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പാൻസിന്റെ അറ്റത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് പലാസോ പാൻസ് പോലെ ഇങ്ങനെ നല്ല വീതിക്കാണ് കേട്ടോ ഉള്ളത്. ഇതിന്റെ ക്രോഷ്യ ഡീറ്റെയിലിംഗ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പോലെ അങ്ങനത്തെ പാൻസ് ഉണ്ടാവില്ല, അതായത് ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും ഫ്രണ്ടിൽ, ബാക്കിൽ മാത്രം ഇലാസ്റ്റിക്. ചിലത് കണ്ടിട്ടുണ്ടാവില്ലേ മൊത്തത്തിൽ അങ്ങ് ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഇങ്ങനെ ചുളുങ്ങി നിൽക്കുന്നതുകൊണ്ട് കുറെ പേർക്ക് അതൊരു അസ്വസ്ഥതയായിട്ട് തോന്നാറുണ്ട്, വയറ് കൂടുതൽ പോലെ തോന്നും, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇതാകുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ദുപ്പട്ട ഓർഗൻസ അത് അത്രയുള്ളൊരു നല്ല മെറ്റീരിയൽ ഓർഗൻസ അല്ല. ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഒരു 1000 ആ ഒരു പ്രൈസിൽ അറൗണ്ട് ആണുള്ളത്, കുറവ് എമൗണ്ടിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ മാനേജബിൾ ആണ്, വൺ സൈഡൊക്കെ ഇടാം, തട്ടം പോലെ ഇടണമെങ്കിലും ഇടാം. പക്ഷെ എന്നാലും അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയല്ല കേട്ടോ. അത് മാത്രമല്ല ഒരുപാട് വീതിയുണ്ട്. എനിക്കിങ്ങനെ ഒരുപാട് വീതിയുള്ള ദുപ്പട്ട അത്ര ഇഷ്ടമല്ല. ദുപ്പട്ടയുടെ സൈഡിലും ക്രോഷ്യ അങ്ങനത്തെ ലേസ് പോലെ കൊടുത്തിട്ടുണ്ട്, അതും നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇതിന്റെ നോക്കുകയാണെങ്കിൽ കളറ് തന്നെയാണ് കേട്ടോ, അടിപൊളി കളറാണ്. അടുത്തത് നല്ല പ്യോർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കുറച്ചൊരു കലംകാരി വൈബ് അങ്ങനെയാണ് വരുന്നത്. പക്ഷെ സാധാ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. നല്ല സുഖമാണ് ഇടാനായിട്ട്. ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കണ്ട് ഇത്രയും ചുരുങ്ങുന്നുണ്ട്, അത്ര നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സിമ്പിളാണ്, ഓഫീസ് വെയറിനൊക്കെ പറ്റിയതാണ്. പാൻസിനാണ് ഒരു പ്രത്യേകത ഉള്ളത്. നമ്മൾ പണ്ടത്തെ ഓർമ്മയുണ്ടോ, പട്ടിയാല പാൻസിൽ ഒരു ഇടയ്ക്ക് എന്തോ ഒരു ട്രെൻഡ് ആയിരുന്നല്ലോ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കോളേജിലേക്ക് ഇങ്ങനെ ഒരിക്കൽ പട്ടിയാല പാൻസ് തുന്നിയിട്ട്, പക്ഷെ അതിനെന്തായിരുന്നു എന്ന് പറയാം, കുറേ തുണിയുള്ള കാരണം ഞാൻ തുന്നാൻ കൊടുത്ത് ചെയ്യിപ്പിച്ചതായിരുന്നു. എനിക്ക് തുന്നാൻ അറിയാത്തതുകൊണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ തുന്നാൻ നോക്കിയിട്ട് എനിക്ക് പറ്റാഞ്ഞിട്ട് അങ്ങനെ തുണി കൊടുത്ത് തുന്നിച്ച. അപ്പം ഇങ്ങനെ കുറേ പ്ലീറ്റ് ഇട്ടു. അപ്പൊ കാല് നോക്കുകയാണെങ്കിൽ ആനയുടെ കാലൊക്കെ പോലെ അത്ര വലുതായിരുന്നു. തന്നെ എല്ലാവരും കളിയാക്കി ഓടിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല, നല്ല സിമ്പിൾ ആയിട്ടുള്ള പട്ടിയാല പാൻസ് ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല മോഡലാട്ടോ. എനിക്ക് തോന്നുന്നു ഇനി ആദ്യം ഇടാവുന്നതാണ്. സിഗരറ്റ് പാൻസ് ആണ് ഇപ്പോൾ ഒരു ട്രെൻഡിൽ നിൽക്കുന്നത്, പക്ഷെ നമ്മൾ ഇടുന്നതാണല്ലോ ട്രെൻഡ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ അതൊന്നും ആലോചിക്കേണ്ട കേട്ടോ. നല്ലൊരു പാറ്റേൺ ആയിട്ട് എനിക്ക് തോന്നിയത്. രസമുണ്ടല്ലേ കാണാനായിട്ട്, ഇട്ട് വരുമ്പോഴും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് നല്ല സോഫ്റ്റ് ആണ്. തട്ടായിട്ട് ഇടാനും വൺ സൈഡ് ഇടാനും ഇങ്ങനെ കഴുത്തിക്കൂടി ഇടാനും എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇനി ഇടാണ്ടിരുന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ടോപ്പും പാൻസും മാത്രമായിട്ട് പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ പെയർ ചെയ്യാം. ഇതും നല്ലതാണ്. ഇതിൻ്റെ പ്രൈസും എനിക്ക് തോന്നുന്നത് അറൗണ്ട് ഒരു 1000 രൂപ അങ്ങനെയാണ് ഉള്ളത്. നല്ലതാണ്, ഓഫീസ് വെയറിനൊക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ നല്ല ട്രെൻഡിലുള്ളതാണ്. ഇങ്ങനെ വൈറ്റിൽ ഇങ്ങനെ ഹാർട്ട്സും അതേപോലെ തന്നെ പോൾക്ക ഡോട്ട്സും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അത് കൂടുതൽ ഇങ്ങനെ പോൾക്ക ഡോട്ട്സ്, റെഡ്, ഗ്രീൻ, യെല്ലോ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. സാരിയിൽ തന്നെ നമ്മൾ കുറേ കണ്ടിട്ടില്ലേ, വിഷുവിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വർഷമല്ല കേട്ടോ, കഴിഞ്ഞതിന് മുന്നിലത്തെ വർഷം മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ കുർത്താസിൽ നോക്കുകയാണെങ്കിൽ, അതേപോലെ ടോപ്സിലാണെങ്കിലും അതെ, ഇതേപോലെ വൈറ്റിൽ ഇങ്ങനെ ചെറിയ ഹാർട്ട്സ്, ഇങ്ങനെ എംബ്രോയിഡറി ത്രെഡ് ആയിട്ട്, അങ്ങനത്തെ എംബ്രോയിഡറി മെഷീൻ എംബ്രോയിഡറി തന്നെയാണ് ഇത്. അപ്പം അങ്ങനത്തെ രീതിയിലുള്ളത് കേട്ടോ. ഇതിൽ ഇങ്ങനെ ഈ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഷോ ബട്ടൺ ആണ്. ആദ്യത്തെ 2 ബട്ടൺ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, അതൊരു കാര്യമുണ്ട്. പിന്നെ വേറെ നോക്കുകയാണെങ്കിൽ സ്ലീവ്സ് നല്ല രസമായിട്ടുള്ള ഫുൾ സ്ലീവ്സ് ആയിട്ട് ഇങ്ങനെ കൊടുക്കില്ലേ, നല്ല പഫി സ്ലീവ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടിയിൽ ഫ്രിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത്രയേ ഉള്ളൂ, ചെറിയ സ്ലിറ്റാണ് കൊടുത്തിട്ടുള്ളത്. കൈൻഡ് ഓഫ് എ ലൈൻ പോലെ തന്നെ ഉണ്ടാവും താഴെ വരെ, എന്നിട്ട് അവിടെ നിന്ന് ഒരു സ്ലിറ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. പാൻസ് നോക്കുകയാണെങ്കിൽ സാധാരണ സിഗരറ്റ് പാൻസ് ആണ്. അറ്റത്ത് മാത്രം ലേസ് കൊടുത്തിട്ടുണ്ട്. ലേസ് ഇപ്പോൾ നല്ല ട്രെൻഡിലുണ്ട് അല്ലേ, ഇങ്ങനെ സ്ലീവ്സിന്റെ അറ്റത്താണെങ്കിലും പാൻസിന്റെ അറ്റത്താണെങ്കിലും ഞാൻ പറയുന്നത് മൊത്തം തെറ്റാണ് കേട്ടോ. ഒന്ന് അഴകൊഴാന്ന് ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു. അപ്പം എന്തായാലും ഇപ്പം നല്ല ട്രെൻഡിലുള്ളതാണ്. ഈ ടോപ്പ് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു കുർത്ത ടോപ്പ് പോലെയാണുള്ളത്. ഇതാണെങ്കിലും അതെ, നല്ല രസമുണ്ട് കേട്ടോ. രസമുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഈ ചൂടത്തിടാൻ സുഖമാണ്. ഞാനിപ്പോൾ ഏറ്റവും അധികം നോക്കുന്ന എന്താണെന്ന് അറിയാം, ഒരു ഔട്ട്ഫിറ്റ് മേടിക്കുമ്പോൾ ഇങ്ങനെ ഈ മറ്റേ പോളിയസ്റ്റർ ടൈപ്പ് ഉണ്ടാവില്ലേ, ദേഹത്ത് ഇങ്ങനെ ഒട്ടിക്കിടക്കുന്നത്. ഞാൻ പണ്ട് മേടിച്ചിരുന്നതാണ് കേട്ടോ അത്, കാരണം അതിന് ഭയങ്കര വിലക്കുറവല്ലേ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അങ്ങനത്തെ മേടിച്ചാലും നമ്മൾ ഇടില്ല, അത് ഈ ഒരു കാലാവസ്ഥയ്ക്ക് അത് പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത്തിരി വില കൊടുത്താലും കോട്ടൺ, അതല്ലെങ്കിൽ കോട്ടൺ മിക്സ് വരില്ലേ, നല്ല മിക്സ് വരുന്ന സിൽക്ക് ആണെങ്കിലും അങ്ങനത്തെ ആണെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷെ പക്ക പോളിയസ്റ്റർ മേടിക്കാണ്ടിരിക്കുക നല്ലത്. കാരണം അത് പൈസ കുറവ് നോക്കി നമ്മൾ മേടിച്ചാലും പിന്നീട് ഇടുന്ന കാര്യം സംശയമാണ്. അത് ഡിസ്പോസ് ചെയ്യാനും എല്ലാം കൊണ്ട് ബുദ്ധിമുട്ട്. ആർക്കാരും വേണ്ടതാനും ആർക്കും വേണ്ട അത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എണ്ണം കുറവാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മേടിക്കണത്
മെറ്റീരിയൽ നോക്കി കോട്ടൺ മിക്സ് തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പം മേടിക്കുന്ന കുറച്ച് വർഷങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് മേടിക്കാറുള്ളത്. പിന്നെ ഫംഗ്ഷൻസിനൊക്കെ കാര്യം വരുമ്പോൾ ഈ വെൽവെറ്റും അങ്ങനെയൊക്കെ നമ്മൾ അത് വല്ലപ്പോഴും ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല, അങ്ങനത്തെ പിന്നെയും കുഴപ്പമില്ല കേട്ടോ. അടുത്ത 2 ഫംഗ്ഷൻസിന് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പൊ കാണിച്ചതാണെങ്കിലും അതെ, 1-2 ഫംഗ്ഷൻസിന് പറ്റിയത് തന്നെയാണ്. പക്ഷെ ഇത് വന്നിട്ട് അത്യാവശ്യം ഗ്രാൻഡ് ഫംഗ്ഷൻസ് ആണെങ്കിൽ മാത്രം പറ്റുന്നതാണ്. കാരണം ഒന്ന് വില അറൗണ്ട് ഒരു 3000-4000 രൂപയുടെ ആണ്. പക്ഷെ കുറെ പേര് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓൺലൈൻ മേടിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഇപ്പൊ ബൊട്ടീക്കിൽ പോയിട്ട് ഓർഡർ കൊടുത്ത് അത്രയും സമയം ഉണ്ടായിന്ന് വരില്ലല്ലോ. അതിനൊക്കെ സമയം വേണം. അതേപോലെ തന്നെ അതിനോടുള്ള ഒരു ഇഷ്ടവും താല്പര്യവും വേണം. കുറെ പേര് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം, എനിക്ക് മനസ്സിലാവും കേട്ടോ, കുറെ പേർക്ക് അതിനോടൊന്നും താല്പര്യമില്ല. ഈവൻ ദോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഇവന്റ് ഉണ്ടെങ്കിലും ഞാൻ അതിനായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് ഡ്രസ്സ് നോക്കി മേക്കപ്പ് നോക്കി, അതുകൊണ്ടാണല്ലോ ഇതെന്റെ ജോലിയും കൂടി ആയി മാറുന്നത്. പക്ഷെ എൻ്റെ കൂടെയുള്ള ഒരുപാട് പേര്, ഇപ്പൊ ഫ്രണ്ട്സ് നോക്കുകയാണെങ്കിലും അതുപോലെ റിലേറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ആർക്കും ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട്. ഇതൊന്നും മെനക്കെടാനേ പറ്റില്ല എന്നുള്ള രീതിയിൽ. എന്നാൽ അങ്ങനെ ഒന്ന് പ്രസന്റബിൾ ആയിട്ട് ആ രീതിക്ക് പോകണം എന്നാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ഓർഡർ ചെയ്യാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ല ഓപ്ഷൻ ആയിട്ട് ഞാൻ പറയും കേട്ടോ. ലിബാസ് ബ്രാൻഡിന്റെ ആണ്. നോക്കൂ, വെൽവെറ്റ് ഞാൻ പറഞ്ഞപ്പോൾ നല്ല ട്രെൻഡ് അല്ലേ. എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ഞാനൊരു 2-ലും 3-ലും ഒക്കെ പഠിക്കുമ്പോൾ വെൽവെറ്റിന്റെ ഉടുപ്പ് ഇട്ടിരുന്നതും, അതേപോലെ ആ സമയത്താണെങ്കിലും നമ്മുടെ ഈ വലിയ ചേച്ചിമാരൊക്കെ ചുരിദാറുകൾ ഇട്ടിരുന്നു ആ സമയത്ത്. വെൽവെറ്റിന്റെ ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് കുറേ കാലത്തേക്ക് വെൽവെറ്റേ ഇട്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പൊ ഒരു 4-5 വർഷമായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ വെൽവെറ്റ് ഇന്നാണ്, കംപ്ലീറ്റ്ലി ഇന്നാണ്. അപ്പൊ ഇത് നല്ല രസമായിട്ടുള്ള പച്ചയാണ് കേട്ടോ. അപ്പൊ അതിൽ ഈ ഒരു ഗോൾഡൻ കൂടി വരുമ്പോൾ നല്ല ഉതിപ്പുണ്ട്, നല്ല രസമായിട്ടുണ്ട്. 4000 രൂപ ഉണ്ടെങ്കിലും 4000-നെക്കാട്ടും കുറവാണ്. അതിനുള്ള ഒരു ഇത് കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് തന്നെയാണ്. അപ്പൊ ഇത് ഇങ്ങനെയാണ് ടോപ്പ് വരിക, രസമായിട്ടുണ്ട്. ഇനി ബോട്ടം വന്നിട്ട് സ്കേർട്ടാണ് കേട്ടോ. നല്ല കനുണ്ട്, കാരണം ഒരുപാട് തുണിയുണ്ട്, ഒരുപാടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ താഴെ മൊത്തം നല്ല രസമായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ റെഡിമെയ്ഡ്സ് മേടിക്കുമ്പോൾ കുറച്ചൊരു ലോക്കൽ മെഷീൻ വർക്ക് പോലെ തോന്നിക്കുന്ന തരത്തിലുള്ളതാവും ചെയ്യുക. പക്ഷെ ഇത് അങ്ങനെയല്ല, നല്ലൊരു ഹാൻഡ് വർക്കിന്റെ ഒരു ഫീലിൽ വരുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതും മെഷീൻ വർക്ക് തന്നെയാണ്, പക്ഷെ ആ ഒരു സ്റ്റാൻഡേർഡ് നല്ല രസമായിട്ട് തന്നെയുണ്ട് കേട്ടോ. ഭംഗിയുണ്ട് കാണാനായിട്ട്, ഇട്ട് വരുമ്പോഴും നല്ല രസമുണ്ട്. അപ്പൊ ഇതൊരു നല്ല ഓപ്ഷനാണ്. ഇതിനിപ്പം ദുപ്പട്ടയുണ്ട് കേട്ടോ. ദേ, അതും വെൽവെറ്റ് ആണ്. ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ അല്ല അത്. ഞാനൊക്കെ ഇടും കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു ഫംഗ്ഷൻ ഇങ്ങനത്തെ ഒക്കെ ഇടണമെങ്കിൽ ഓക്കെ ആണ്. അങ്ങനത്തെ ടൈപ്പ്, അതായത് ഇപ്പൊ ബ്രൈഡും നല്ല രീതിയിൽ ഒരുങ്ങുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കും അത് ഓക്കെ ആവുമല്ലോ. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. മെഹന്തി, ഹൽദി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഫംഗ്ഷൻസിന് ബ്രൈഡ്സിനും ഇടാവുന്ന നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് ഇത്. രസമുണ്ട്. സ്കേർട്ടും കൂടിയാണല്ലോ വരുന്നത്, അപ്പൊ കുറെ കൂടി എനിക്ക് ഭംഗിയായിട്ട് തോന്നി. കുറച്ചൊരു സ്കാലപ്പ് പോലെയൊക്കെയാണ് ദുപ്പട്ടയുടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. രസമുണ്ട് കേട്ടോ. അടുത്ത് വന്നിട്ട് ഷരാറ പാൻസും ടോപ്പും ആണ്. ഇതെനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എൻ്റെ പാൻസ് കണ്ടോ, നല്ല രസമായിട്ട് ഇങ്ങനെ കുറേ പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഫ്ലേഡ് ആയിട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതും ഓഫ് വൈറ്റും ആ ഒരു ഗോൾഡും കൂടി വരുമ്പോഴുള്ളൊരു ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. നല്ല സട്ടിലായിട്ടുള്ള ഗോൾഡാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒട്ടും തന്നെ ഉതിപ്പുള്ളതല്ല. സീക്വൻസും ഒക്കെ നല്ല രസമായിട്ടുണ്ട്. പാൻസിന്റെ പാറ്റേൺ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ വന്നിട്ട് ടോപ്പാണെങ്കിൽ 3/4 സ്ലീവ് ആയിട്ടുള്ള. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാം 3/4 സ്ലീവാണ് അല്ലേ, എല്ലാം 3/4 സ്ലീവാണ് കേട്ടോ. അപ്പോൾ മോഡസ്റ്റ് വെയർ അങ്ങനത്തെ രീതിയിൽ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലത് തന്നെയാണ് കേട്ടോ. സ്ലീവ്സിന്റെ അറ്റം നോക്കുകയാണെങ്കിൽ നല്ല രസമായിട്ടുണ്ട്. ത്രൂ ഔട്ട് ഈ ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വർക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. പിന്നെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ്, ഇഷ്ടംപോലെ നീളമുണ്ട്, അത്യാവശ്യത്തിന് വീതിയുണ്ട്. അപ്പൊ നമുക്ക് തട്ടായിട്ടുണ്ടെങ്കിലും ഏത് രീതിയിൽ ഡ്രേപ്പ് ചെയ്യണമെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ഓപ്ഷനാണ്. കല്യാണത്തിനിടാനും റിസപ്ഷനും ഒക്കെ ഒരേപോലെ നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഇതും അറൗണ്ട് ഒരു 3000-4000 രൂപയുടെ അടുത്തുണ്ട്. ഞാൻ എന്തായാലും ലിങ്ക്സ് ഇടാൻ പറ്റുകയാണെങ്കിൽ ടാഗ് ചെയ്യാം, ഉള്ളതിനൊക്കെ ഇടാം കേട്ടോ. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കൂ. ഇതിൽ ഏതെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല, കാരണം ഇത് നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഡിസൈൻസ് അല്ല, കാരണം വിലയുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ.
ഇനി അടുത്ത് നമുക്ക് നോക്കാം മീഷോയിൽ ഇങ്ങനത്തെ കിട്ടുമോ എന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ മിന്ത്രയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കൂ. ഇൻ കേസ് വേണമെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷൻസും ഇതൊക്കെ വരുന്നുണ്ട്, ഇഷ്ടമാണ് ഇടുമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.